ഹലോ ഗൈസ്, വ്ളോഗ്സ് ഫ്രം യൂറോപ്പ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ നമുക്ക് നമുക്ക് പുതിയ പിള്ളേരൊക്കെ വരുന്നല്ലേ, നൈസായിട്ട് ഒന്ന് മാറ്റി പിടിച്ചൂടെ? അപ്പോൾ നമ്മുടെ സത്യം പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ സെപ്റ്റംബർ 2024 തന്നെ പിള്ളേർക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് ഞാൻ കുറേ ദിവസമായി ആലോചിക്കണം. അപ്പൊ ഇതെന്റെ കൂട്ടുകാരനാണ്, സാഹിൽ എന്നാണ് പേര്. ഒരായി പറഞ്ഞു. അപ്പൊ സാഹിലിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, നമ്മൾ എപ്പോഴാണ് ഡിസ്കസ് ചെയ്ത ക്ലാസ്സിൽ ഇരുന്നപ്പോ ഞാൻ ചോദിച്ചു, പുതിയ പിള്ളേര് തന്നെയാണ് എന്തെങ്കിലും എന്റെ ഭാഗത്ത് നിന്ന് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ലാറ്റ്വിയയിലോട്ട് വന്നവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്ന് എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്റ്വിയയിൽ സെപ്റ്റംബർ 2024 വന്നവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും നമുക്ക് എയർപോർട്ട് പിക്കപ്പും പിന്നെ അതേപോലെ തന്നെ അക്കോമഡേഷനും അതേപോലെ തന്നെ ബാക്കിയുള്ള സർവീസ്. അപ്പൊ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2024 വന്ന പിള്ളേർക്ക്, സെപ്റ്റംബർ ഇൻടേക്കിൽ വന്ന പിള്ളേർക്ക് പിക്കപ്പിന്റെ സർവീസ് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ച്, അതും ഒരു സ്പെഷ്യൽ ഓഫർ അല്ലെ, സ്പെഷ്യൽ ഒരു പ്രൈസിനാണ് ചെയ്യണത്. ഏകദേശം 25 പേർക്ക് 25 യൂറോയ്ക്ക്, ഒരാൾക്ക് 25 യൂറോയ്ക്കാണ് നമ്മൾ പിക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കണത്. എനിക്ക് തോന്നണില്ല ലാറ്റ്വിയയിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഈ പെട്രോൾ അടി ഇവിടെ നിന്ന് നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് വന്ന് നിങ്ങളെ പിക്ക് ചെയ്തുകൊണ്ടും അവിടെ വന്നിട്ട് 25 യൂറോയ്ക്ക് ആരെങ്കിലും ചെയ്യും എന്ന് തോന്നണില്ല. അപ്പം നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് 25 യൂറോയ്ക്ക് പിക്കപ്പ്. അതാദ്യം തന്നെ 25 പേർക്കായിരിക്കും ഒരാൾക്ക് 25 യൂറോയ്ക്ക് വെച്ച് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വന്നവർക്ക് നമ്മൾ അത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 25 യൂറോയ്ക്ക് സിമ്മില്ല, വേറെ ഒരു കാര്യങ്ങളും ഇല്ല. നിങ്ങളെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് സെൻറ്ററിൻ്റെ പരിസരങ്ങളിൽ എവിടെയാണെങ്കിലും നമ്മൾ ഡ്രോപ്പ് ചെയ്യും. ഇപ്പോൾ സെൻറ്ററിൽ നിന്ന് വളരെ മാറിയ ഔട്ടറിലോട്ടാണെങ്കിൽ 25 യൂറോയ്ക്ക് എന്തായാലും നടക്കില്ല. പിന്നെ അതുമാത്രമല്ല, ഇപ്പം നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് ബാഗേജ് എടുത്ത് നമ്മൾ കറക്റ്റ് പോയിന്റ് ഒക്കെ പറഞ്ഞു തരും. എങ്ങാനും ബാഗേജ് എടുത്തിട്ടും നിങ്ങൾ വല്ലാതെയൊക്കെ വൈകണമെങ്കിൽ ചിലപ്പോൾ ഒരു പാർക്കിംഗ് ഫീ 2 യൂറോ അല്ലേ, ചിലപ്പോൾ അത് നിങ്ങൾ വഹിക്കേണ്ടി വരും. അത് ഇതുവരെ നമുക്ക് അങ്ങനത്തെ ഒരു കേസ് വന്നിട്ടില്ല, നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ കറക്റ്റ് ആ പോയിന്റ് വരുമ്പോൾ ആൾ വന്നാൽ നിൽക്കണേണ്. അങ്ങനെയൊക്കെയാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ 25 യൂറോയ്ക്ക് പിക്കപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ലാറ്റ്വിയയിൽ ആരും ചെയ്യില്ല. 25 പേർക്ക് 25 യൂറോയ്ക്ക് പിക്കപ്പ്. നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അപ്പം തന്നെ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ, നമുക്ക് സെറ്റ് ആക്കാം അല്ലേ. ഗ്രാബ് ദ ഡീൽ അത് തന്നെ. പിന്നെ അടുത്തൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അടുത്ത വന്നവർക്കും നമുക്ക് ഇത് തന്നെ ഏകദേശം ഇത് തന്നെ. ഇപ്പൊ സിമ്മ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് 30 യൂറോയ്ക്ക് ചെയ്യാം. സിം ഇൻക്ലൂഡിങ് ആണെങ്കിൽ 35 യൂറോ. അതെല്ലാവരും അത്യാവശ്യം കോമൺ ആയിട്ട് ചെയ്യണവരാണ്. പക്ഷേ ഈ 35 യൂറോ ആണെങ്കിലും ഇൻക്ലൂഡിങ് സിമ്മാണ് വരുന്നത്. കറന്റ് സിറ്റുവേഷനിൽ എനിക്കറിയാൻ കഴിഞ്ഞു ലാറ്റ്വിയയിൽ 50 യൂറോ ഒക്കെ വാങ്ങുന്നവർ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മളൊരു ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ 35 ബാക്കി വന്നവർക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, നിങ്ങൾ 2 കൂട്ടുകാരാണ് വരുന്നത് അല്ലെ, 2 പേരായിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ആദ്യം വരുന്ന 15 പേർക്ക് എന്ന് പറഞ്ഞാൽ കൂട്ടുമായിട്ട് 15 30 പേര് അപ്പൊ ഏകദേശം വരും. അപ്പൊ ആദ്യം തന്നെ 30 പേർക്ക് വെറും 35 യൂറോയ്ക്ക് എന്താ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. 35 യൂറോയ്ക്കാണ് ചെയ്യുന്നത്. എനിക്കറിയാം കഴിഞ്ഞ ഇൻടേക്കിൽ ഈ 2 പേരായിട്ട് വന്നതിന് 100 യൂറോ മേടിച്ചവർ വരെ ഉണ്ട് ഇവിടെ. നമ്മൾ ചെയ്യണത് ഈ 2 പേര്, അതും അപ്പാർട്ട്മെന്റ് അടുത്തടുത്തായിരിക്കണം അല്ലെ ഏകദേശം, അല്ലെങ്കിൽ നിങ്ങൾ ഒപ്പം താമസിക്കണവരായിരിക്കണം. ഭയങ്കര ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പറ്റില്ല. ഒരു 1-2 കിലോമീറ്റർ ഒക്കെ ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് 5 കിലോമീറ്റർ വരെ നമുക്ക് ഒരാളെ ഡ്രോപ്പ് ചെയ്ത് അടുത്ത ആളെ കൊണ്ടുവിടാം. ഇത് വെറും വരുന്നത് 35 യൂറോയ്ക്കാണ്. അപ്പോൾ ഇത് ആദ്യത്തെ 15 പേർക്ക് വരും അല്ലേ. അപ്പൊ ആദ്യത്തെ 15 പേർക്കാണ് വരുന്നത്. എന്തുണ്ടെങ്കിലും ഇത് രണ്ടുമാണ് നമ്മുടെ മെയിൻ സർവീസ് ആയിട്ട് നമുക്ക് പറയാൻ വരുന്നത്. പിന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെ അടുത്ത സർവീസ് അപ്പാർട്ട്മെന്റ്സ് ആണ്. അപ്പാർട്ട്മെന്റ്സ് നമ്മൾ വളരെ കുറച്ചേ ചെയ്യണുള്ളൂ. കാരണം കറന്റ് സിറ്റുവേഷനിൽ ലാറ്റ്വിയയിൽ ഞാൻ പറയാലോ, ഓപ്പൺ ആയിട്ട് പറയാലോ, ഇന്ത്യക്കാർക്ക് അപ്പാർട്ട്മെന്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, നല്ല രീതിയിൽ ബുദ്ധിമുട്ടാണ്. നമ്മൾ പിന്നെ പേഴ്സണലി അപ്പാർട്ട്മെന്റ്സ് നോക്കണ കുറച്ച് കറക്റ്റ് സെന്ററിലായിരിക്കില്ല, കുറച്ച് ഔട്ട്സ്കേർട്സ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ സെന്ററിൽ നിന്ന് ഒരു 2 നോക്കാം, സെന്ററിൽ നോക്കാം, പക്ഷെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് റെന്റ് കുറഞ്ഞ് നിങ്ങൾക്ക് സെന്ററിൽ നിന്ന് ഒരു 4-5 കിലോമീറ്റർ ഉള്ളിൽ തന്നെ നമുക്ക് അപ്പാർട്ട്മെന്റ് ചെയ്യാം. അത് സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റോ
4 പീപ്പിളോ 8 പീപ്പിളോ ഏതും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ വളരെ ചെറിയൊരു എമൗണ്ടിൽ നമ്മളിങ്ങനെ അപ്പാർട്ട്മെൻറ്റ് എടുത്തിരുന്നതൊന്നുമല്ല, നമ്മൾ പോയി കണ്ട് ഒരു 2 പ്രാവശ്യമൊക്കെ പോയി കണ്ട് ആൾക്കാരായിട്ട് ഡീൽ ചെയ്ത് നല്ല പക്കയാണ്, നല്ല ക്ലീൻഡ് അപ്പാർട്ട്മെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ അപ്പാർട്ട്മെൻറ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് ഇല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവരുടെ നമ്മൾ നിങ്ങളുടെ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അവരെ കോൺടാക്ട് ചെയ്യാൻ പറയും. അല്ലാതെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കൂല. ഇപ്പം എൻ്റെ കയ്യിലില്ല വേറെ അവരെ എടുക്കണ്ട എന്നുള്ള ഒരു ഉദ്ദേശം നമുക്കില്ല, പരിപാടിയില്ല. നമ്മൾ നമ്മുടെ കയ്യിലില്ലെങ്കിൽ വേറെ അവരുടെ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് നിങ്ങളെ പെട്ടെന്ന് സെറ്റാക്കാനേ നോക്കുള്ളൂ. അപ്പോൾ അപ്പാർട്ട്മെൻറ്റ് കാര്യം കൺഫേം ആയിട്ട് നമ്മൾ പറയില്ല അല്ലേ, 100% ആ അപ്പാർട്ട്മെൻറ്റ് എടുത്തു തരാം അല്ലെങ്കിൽ കിട്ടും എന്ന് പറയില്ല. കറന്റ് സിറ്റുവേഷനിൽ അപ്പാർട്ട്മെൻറ്റ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് ഓക്കെയാണ്, നമ്മൾ പോയി കണ്ട് എല്ലാം സെറ്റാണ് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അപ്പാർട്ട്മെൻറ്റ് എടുത്തു തരും. പിക്കപ്പ് ഒരു ഇതുമില്ല, നമ്മൾ ഫുള്ള് കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അപ്പാർട്ട്മെൻറ്റ് കേസിൽ ഇപ്പം ഇന്ത്യക്കാർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഈ സീം വരുന്നത്. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും എടുത്തു കൊടുക്കുക അല്ലേ, നല്ല നല്ല അപ്പാർട്ട്മെൻറ്റുകൾ നമ്മൾ എടുത്തു കൊടുക്കാൻ നോക്കും. അപ്പോൾ നമ്മുടെ മെയിനായിട്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡി ഇൻ LV. ലാറ്റ്വിയയിലൊരു കൂട്ടുകാരനെ പോലെ നിങ്ങൾക്ക് നമ്മളെ കാണാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. പിന്നെ ഒരു വാട്സപ്പ് ബിസിനസ് നമ്പറും കൂടെ ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുക്കാം. അപ്പോൾ അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് സർവീസാണ് വേണ്ടത്, പിക്കപ്പ് ആണെങ്കിൽ പിക്കപ്പ് എന്ന് ഇടുക, നമ്മൾ കോണ്ടാക്ട് ചെയ്യും ടൈം കിട്ടണ പോലെ, അല്ലെങ്കിൽ അപ്പം തന്നെ റിപ്ലൈ ഉണ്ടാവും അല്ലേ. റൂം ഷിഫ്റ്റിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് റൂം ഷിഫ്റ്റിംഗ് എന്താണ് പിക്കപ്പ് ആണെങ്കിൽ പിക്കപ്പ്, അപ്പാർട്ട്മെന്റ് വേണമെങ്കിൽ അപ്പാർട്ട്മെന്റ്, അങ്ങനെ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മളെന്തായാലും റിപ്ലൈ വരുന്നതാണ്. പിന്നെ അടുത്ത സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു 4-5 കിലോമീറ്റർ മാറി അപ്പാർട്ട്മെന്റ് ഷിഫ്റ്റ് ചെയ്യണതാണ്. ബോൾട്ടിൽ ഫുള്ള് സാധനങ്ങളൊന്നും ചിലപ്പോൾ കയറാൻ വഴിയില്ല. ഒറ്റ ബോൾട്ടിൽ ചിലപ്പോൾ അവരൊരു 15 യൂറോ ഒക്കെ മേടിച്ചാലും നിങ്ങൾക്ക് സാധനങ്ങൾ 2 ബോൾട്ടൊക്കെ വിളിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അപ്പാർട്ട്മെന്റ് ഷിഫ്റ്റിങ്ങും നമ്മൾ ചെയ്യുന്നുണ്ട്. മാക്സിമം നല്ലൊരു രീതിയിലല്ലേ, വളരെ റേറ്റ് കുറച്ച് നമുക്ക് ഡിസ്റ്റൻസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് അപ്പാർട്ട്മെന്റ് ഷിഫ്റ്റിങ്ങും നിങ്ങൾക്ക് ചെയ്തു തരാം. പിന്നെ അത് മാത്രമല്ല, ഈ ബാച്ചിലർ സ്റ്റുഡൻസ് ഒക്കെ വരുമ്പോൾ RPയുടെ അസിസ്റ്റൻസ് ഇപ്പം പക്ഷേ ഇല്ലേ, RPയുടെ അസിസ്റ്റൻസ് ഒന്നും സത്യം പറഞ്ഞാൽ ഞാൻ പേഴ്സണലി പറയാലോ, ഇതിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ RP അസിസ്റ്റൻസ്, പിന്നെ ഷോപ്പിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞ ഈ RPയുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് തന്നെ നോക്കി ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പം എങ്ങാനും ബുദ്ധിമുട്ടുള്ള +2 ഒക്കെ കഴിഞ്ഞു എന്നെ പിള്ളേരുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുന്നുണ്ട്. ഷോപ്പിംഗ് കാര്യങ്ങൾ അങ്ങനത്തെ സർവീസുകൾ വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ വർക്ക് വിസ നാട്ടിൽ നിന്ന് ചെയ്യാനുള്ള കുറച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. നല്ലൊരു ജെന്യുവിനായിട്ടുള്ള ഒരു 2-3 പേരായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ജെന്യുവിനായിട്ടുള്ള ഒരാളെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ കിട്ടിയിട്ടില്ല. അപ്പം അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് വിസയുടെ കാര്യങ്ങൾ എന്തായാലും നിങ്ങളുടെ അടുത്ത് അപ്ഡേറ്റ് ചെയ്യും അല്ലേ, എന്തായാലും അപ്ഡേറ്റ് ചെയ്യും. വർക്ക് വിസയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ കാര്യങ്ങൾ നമ്മൾ അസിസ്റ്റൻസിൻ്റെ അതിൻ്റെ കാര്യങ്ങൾ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതും നമ്മൾ വർക്ക് വിസയും കൂടെ ഒപ്പം അപ്ഡേറ്റ് ചെയ്യാം. ഒപ്പം അടുത്ത വീഡിയോയില പിന്നെ എപ്പോഴെങ്കിലും അതെല്ലാം സെറ്റ് ആവുമ്പോൾ 2 monthsന്റെ ഉള്ളിൽ നമുക്ക് ഏകദേശം റെഡിയാക്കാം. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫറും നമുക്ക് 2 monthsന്റെ ഉള്ളിൽ തന്നെ നമ്മൾ റെഡിയാക്കുന്നതാണ്. അപ്പൊ അതിന്റെ വീഡിയോ പുറകെ വരും അല്ലേ. അത്രയൊക്കെ ഉള്ളു കാര്യം, ഇനിയൊന്നും പറയാനില്ലല്ലോ. ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഷോർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിക്കപ്പ് വേണവര് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തോ, നേരെ വിളിച്ചോ. 25 പേർക്ക് 25 യൂറോയ്ക്ക് അല്ലേ, 25 പേർക്ക് 25 യൂറോയ്ക്ക്, പിന്നെ 2 പേരായിട്ട് വരുന്നവർക്ക് 35 യൂറോയ്ക്ക്, 15 പേർക്ക്. ഇതാണ് നമ്മുടെ മെയിൻ ഓഫർ. അപ്പൊ ലാറ്റ്വിയയിലോട്ട് നിൽക്കുന്ന സ്റ്റുഡൻസ് ഇത് കാണുവാണെങ്കിൽ ഇപ്പോൾ കണ്ടാൽ മാത്രം പോരാ, പിന്നെ ഇപ്പോൾ വന്നവർക്ക് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുക. ഇത് അവർക്കൊരു യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാനാണ്. അപ്പോൾ ദിസ് മീ അക്ഷയ് സൈനിങ് ഔട്ട്. ബൈ.